കാസർഗോഡ് ജില്ലയിലെ തെക്കേ അറ്റത്തുള്ള മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അതിശക്തമായ ഇടതുപക്ഷ കോട്ടയാണ്. കയ്യൂർ സമരകഥയിലെ പ്രദേശമാണ്. കയ്യൂർ സഖാക്കളുടെ നാട്, കയ്യൂർ ചീമേനി പഞ്ചായത്ത്. കയ്യൂർ എനിക്ക് വളരെ കൊല്ലങ്ങളായിട്ട് അറിയാം. പാർട്ടി ഗ്രാമങ്ങളാണ്. അവിടെ കല്യാണം കഴിക്കുമ്പോൾ പോലും പാർട്ടി നോക്കി കല്യാണം കഴിക്കുന്നവരാണ്. ഒരു പെൺകുട്ടിയെ മറ്റൊരുത്തന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു പാർട്ടി കുടുംബമാണോ എന്ന് നോക്കും. ഇയാൾ അങ്ങോട്ട് അവിടുന്ന് പെൺകുട്ടിയെ കൊടുക്കുമ്പോഴും പാർട്ടി കുടുംബത്തിലേക്കാണോ കൊടുക്കുന്നതെന്ന് നോക്കാം. കാരണം അല്ലെങ്കിൽ അവിടെ റിഫ്റ്റ് വരും. ചിരസ്മരണ എന്ന് പറയുന്ന മീനമാസത്തിലെ സൂര്യൻ സിനിമ എടുത്തപ്പോൾ ആ സൂര്യൻ സിനിമ ഞങ്ങൾ കണ്ടത് കയ്യൂരിരുന്നാണ്. അന്ന് വീഡിയോ ഇല്ല കണ്ടത്. അതിരുന്ന് കണ്ട സ്ഥലം വളരെ രസമുള്ള സ്ഥലമാണ്. കയ്യൂർ സമരത്തിൽ 4 പേരെ തൂക്കിക്കൊന്നു. അതിൽ 5ാമത് വിട്ട ഒരു പയ്യനായിരുന്നത് കൊണ്ട് പ്രായം കൊണ്ട് ഒഴിവാക്കിയ, വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന സമര നേതാവിന്റെ വീട്ടിലിരുന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ മകനും ഞങ്ങളുമായിട്ട് വളരെ സുഹൃത്തുക്കളാണ്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കഥയൊന്നും ശരിയായിട്ടില്ല, ഇതിങ്ങനെയൊന്നും അല്ല നടന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ആക്കുമ്പോൾ അത് വേറെ ചില സംഗതിയൊക്കെ ആക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ കയ്യൂർ സമരത്തിൽ നിന്ന ആളായതുകൊണ്ടാണ് എന്നെ അവർ കൊല്ലാതിരുന്നത്. കാരണം അദ്ദേഹം CPIയുടെ ഒപ്പമാണ് നിന്നത്. പാർട്ടി പിളർന്നപ്പോൾ ചുരിക്കാടൻ കൃഷ്ണൻ നായർ CPIക്ക് ഒപ്പമായി. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ CPM DYFI ഒക്കെ ആയിരുന്നു. അത് വേറെ വിഷയം. അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു വീട് വെച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം നീലേശ്വരത്തേക്ക് വന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. അപ്പൊ ഏതായാലും തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് CPMന്റെ ശക്തമായ പാർട്ടി ഗ്രാമങ്ങളുള്ള മണ്ഡലമാണ്. പക്ഷെ പാർട്ടി ഗ്രാമം മാത്രമല്ല അവിടെയുള്ളത്. കുടിയേറ്റ പ്രദേശങ്ങളുണ്ട്. നീലേശ്വരത്തിന് കിഴക്ക് വശത്തുള്ള കുടിയേറ്റ പ്രദേശങ്ങളുണ്ട്. കയ്യൂരിന് കിഴക്കുള്ള പ്രദേശങ്ങളുണ്ട്. തീരദേശമുണ്ട്. കുറച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്. മതന്യൂനപക്ഷങ്ങളുണ്ട്. ക്രിസ്തീയ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും പൊതുവെ അതൊരു LDFന്റെ സ്ട്രോങ് വിക്കറ്റായിട്ടാണ് ഇന്നും കണ്ടിട്ടുള്ളത്. EMSഉം EK നായനാരും വരെ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അന്ന് EMS മത്സരിക്കുമ്പോൾ അതിന്റെ പേര് നീലേശ്വരം എന്നായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവർ വരെ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഈ അടുത്ത കാലം വരെ CPM കോട്ട എന്ന നിലയ്ക്ക് UDF സീറ്റ് പങ്കുവെക്കുമ്പോൾ തൃക്കരിപ്പൂരിന് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. കഴിഞ്ഞ വർഷമൊക്കെ മത്സരിച്ചത് ഒരു കേരള കോൺഗ്രസ്സുകാരനാണ്. അവിടെ കുടിയേറ്റ പ്രദേശമുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫിന് ഒരു സീറ്റ് കൊടുത്തു. അത് ബെയ്മൻ സീറ്റായിരുന്നു എന്നൊക്കെ പരാതിയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അവിടെ വലിയ താല്പര്യമില്ല. അവരും ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് പല ബൂത്തിലും ഇരിക്കാൻ ആളുണ്ടാവില്ല, കൊടുക്കാറില്ല. അപ്പോൾ 20,000 30,000 വോട്ടിന് അവിടെ നിന്ന് CPM സ്ഥാനാർത്ഥികൾ ജയിക്കും. തൃക്കരിപ്പൂർ നോക്കണ്ട, അത് തീർന്നു. കല്യാശ്ശേരി പോലെ, പയ്യന്നൂർ പോലെ, പണ്ടത്തെ പയ്യന്നൂർ പോലെ അതുപോലെയുള്ള മണ്ഡലങ്ങളാണ്. മട്ടന്നൂർ പോലെ അല്ലെങ്കിൽ ധർമ്മടം പോലെയുള്ള മണ്ഡലങ്ങൾ. അതുകൊണ്ട് അവിടെ ഒന്നും നോക്കണ്ട എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തിരിക്കുന്നു. ആ സാഹചര്യം എന്താ? അവിടേക്ക് BJPയിൽ നിന്ന് കൂറുമാറി കോൺഗ്രസിൽ വന്ന, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ വന്ന ഇപ്പോഴത്തെ ഫയർ ബ്രാൻഡ്, BJPയുടെ കാലത്തും അദ്ദേഹം ഫയർ ബ്രാൻഡ് BJPക്കാരനായിരുന്നു, ഫയർ ബ്രാൻഡ് UDFന്റെ കോൺഗ്രസിന്റെ വക്താവായി മാറിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ എത്തുന്നു. വലിയ അത്ഭുതങ്ങളൊന്നും തൃക്കരിപ്പൂർ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ അവിടെ പ്രകടമാണ്. ഒന്ന്, കോൺഗ്രസിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ഒരു ആവേശമാണ്. കാരണം അദ്ദേഹം ഫയർ ബ്രാൻഡാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അങ്ങേയറ്റം സ്വീകാര്യനാണ്. കാരണം BJPയുടെ നാവൊടിച്ച ആളാണ്. BJPക്കാർക്ക് ചാനലിൽ വന്നിരുന്ന് മിണ്ടാൻ കഴിയില്ല സന്ദീപ് വാര്യരുണ്ട്. BJPക്കാർക്ക് അത്ര ദേഷ്യവുമുണ്ട്. അതുകൊണ്ട് BJPയുടെ നാവൊടിച്ച ആളെന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, മതനിരപേക്ഷ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ സ്വീകാര്യനായ ഒരാളാണ്. അവരുടെ ഒരു ആവേശവും അതിലുണ്ട്. കുടിയേറ്റ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കുടിയേറ്റ കർഷകർ എപ്പോഴും UDFന് അനുകൂലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും. കാരണം ഈ വന്യമൃഗ സംഘർഷമൊക്കെ നമ്മുടെ ഒരു വനം മന്ത്രി ശശീന്ദ്രൻ, കണ്ണു കാണാത്ത മന്ത്രി, എന്തൊക്കെ എനിക്കറിയില്ല, അദ്ദേഹത്തിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, അദ്ദേഹത്തിന് പ്രായമായി എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വെച്ച് കുടിയേറ്റ കർഷകരെ സംബന്ധിച്ചിടത്തോളം, മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ LDFന് വോട്ട് ചെയ്യുക എന്നുള്ളത് സാധ്യമേ അല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവരുടെ പിന്തുണയുണ്ട്. CPMൽ
ഇപ്പോൾ പയ്യന്നൂർ ഇഫക്റ്റ്, തളിപ്പറമ്പ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, മട്ടന്നൂർ ഇഫക്റ്റ്, ശൈലജ ടീച്ചർ ഇഫക്റ്റ്, ജി സുധാകരൻ ഇഫക്റ്റ് തെക്ക്, ഇതൊക്കെ ഉണ്ട്. CPM-ൽ ഒരു വിഭാഗത്തിനെങ്കിലും ആ പാർട്ടി ശരിയായ വഴിയിലല്ല പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരടി കൊടുക്കണം, തലയ്ക്കൊരടി കൊടുക്കണം എന്ന് CPM-കാർക്ക് തോന്നിയാൽ പ്രശ്നമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് CPM-ൽ ഒരു വിഭാഗത്തിന്റെ വോട്ടും ചിലപ്പോൾ പിണറായി വിരുദ്ധ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടാം. ഇനി അതിനൊക്കെ അപ്പുറത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു വോട്ടും സന്ദീപ് വാര്യർക്ക് കിട്ടാം. ഈ തൃക്കരിപ്പൂർ എല്ലാ കാലത്തും ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന് ശക്തമായ ഭൂരിപക്ഷം കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ എന്നും കൂടി ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൈപ്പത്തിയിൽ കുത്താൻ മടിയില്ലാത്ത മാർക്സിസ്റ്റുകാർ തൃക്കരിപ്പൂർ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ചെയ്തല്ലോ. എന്നാൽ ഒരു വോട്ട് പിണറായി വിരുദ്ധന് കൊടുക്കാം. കാരണം പിണറായി ഒന്ന് പഠിക്കണം എന്നവർ തീരുമാനിച്ചാൽ തൃക്കരിപ്പൂരിന്റെ ചരിത്രം മാറും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. തൃക്കരിപ്പൂരിൽ ഒരു ക്ലോസ് ഫൈറ്റാണ് വരുന്നതെങ്കിൽ അത് സന്ദീപ് വാര്യർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കും. വളരെ ചെറിയ വോട്ടിനെങ്ങാൻ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ അവരുടെ കാലത്തിന് അവർ തോറ്റുപോയ സന്ദീപ് വാര്യർ തോറ്റു, CPM ജയിച്ചു തന്നെ വയ്ക്കുക. CPM-ന് ദയനീയ പരാജയമാണ് അതുകൊണ്ട് ഉണ്ടാവുക. ഇനി ഇതൊന്നും പോരാ, SIR നടപ്പായപ്പോൾ വലിയ തോതിൽ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കരിപ്പൂർ. അത് ആരുടെ വോട്ടാണ് പോയിട്ടുള്ളത് എന്നൊരു പ്രശ്നമുണ്ട്. 2, പാർട്ടി ഗ്രാമങ്ങളിൽ മരിച്ചവർ പ്രേതങ്ങളായി വന്ന് വോട്ട് ചെയ്യുന്ന സ്ഥിതികളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഇത്തവണ നടന്നോളണമെന്നുണ്ടാവില്ല. കാരണം മരിച്ചവരുടെ വോട്ടെങ്കിലും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. SIR-നെ അനുകൂലിക്കുന്ന ആളല്ല ഞാനെങ്കിലും മരിച്ചവരുടെ വോട്ടൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. പോളിംഗ് ഓഫീസറൊക്കെ ഇവർ പറഞ്ഞ ആളെ ഇരുത്തുള്ളൂ. അയാൾക്ക് ജീവിച്ച് തിരിച്ചു കൊണ്ടേ, 2 കാലം കൊണ്ടൊക്കെ തിരിച്ചു കൊണ്ടേ. അതുകൊണ്ട് ആര് വന്നു വെച്ചാലും ശരി വോട്ട് ചെയ്യുന്ന പറയും. അത് ചിലപ്പോൾ ഇനി വോട്ടുണ്ടാവില്ല അവിടെ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഒരുപാട് ഘടകങ്ങൾ CPM-ന്റെ തൃക്കരിപ്പൂരിലെ അവസ്ഥ മോശമാക്കുന്നതായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ആവേശത്തോടെ കോൺഗ്രസ്സുകാരും ലീഗുകാരും UDF-ന്റെ പ്രവർത്തകരും വരുന്നു എന്നുകൂടി ഞാൻ ചില സ്വീകരണ യോഗങ്ങളിൽ കാണുന്നു. തൃക്കരിപ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മെയ് 4-ാം തീയതി തന്നെ പറയാൻ പറ്റൂ എന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സന്ദീപ് വാര്യരുടെ എൻട്രിയാണ് എന്ന് പറയേണ്ടി വരും.